ചെറിയ തെളിവില്ല, ക്യാമറ തെളിവില്ല. വേഗം പോണോക്ക്. ഐസപ്പം ഒന്ന് ടൈം നോക്കുകയാണെങ്കിൽ 4 മണിയുണ്ട്. മോൻ നോക്കിയിട്ട് ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളെ ചെക്കന്മാരെന്തായാലും വരാറിട്ടുണ്ട്. സൺഡേ ആണ് ഗൈസ്. നല്ലതെന്ന് ഉറങ്ങിയതാ, നീച്ചതാ, നമ്മളെ ചെക്കന്മാരെ കാത്തിക്കാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ വീണ്ടും മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. വെയിലൊക്കെ കുറച്ച് കമ്മിയുണ്ട്, നല്ലൊരു ആശ്വാസം. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ഓർമ്മ വരുമ്പോൾ പറയാനുള്ള വെച്ചാൽ പണ്ടൊക്കെ കുറേ പ്രായം വളർത്തിയാണ്. കാലം വരുമ്പോൾ ഓരോ എഗ്ഗ് ഇട്ട് വിരിയുമ്പോൾ ഓരോന്ന് തണുപ്പിട്ടിട്ട് അങ്ങനെ മരിക്കൊക്കെ ചെയ്യും ഗൈസ്. അന്ന് കാലത്ത് എനിക്ക് വേനലേക്കാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ പ്രാവും കുട്ടികളൊക്കെ ചത്തോയില്ലേ, അതൊക്കെ ഒരു കാലം ഗൈസ്. കുറേ പ്രാവിനെ വളർത്തിയിരുന്നു, കുറേ വളർത്തും, കുറേ ചാവും, പിന്നെയും വളർത്തും. അങ്ങനെ ലാസ്റ്റ് എല്ലാം പാടെ വാർപ്പിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി ഉണ്ടായിരുന്നു. അതിനെ ആർക്കറ്റ കൊടുത്ത് അങ്ങനെ നമ്മൾ പ്രാവ് വളർത്തി നിർത്തിയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പ്രാവിനെ വെച്ച എവിടെയെന്ന് അറിയോ? ഈ ചുമരിലാട്ട ഗൈസ്. അതാണ്ട് റാണി. ആണിയൊക്കെ ഇപ്പോഴും ഉണ്ട് ഗൈസ്. 1 കൊല്ലം കഴിഞ്ഞു തോന്നുന്നു, ഇപ്പോഴും ഉണ്ട്. ഒക്കെയാണ് നമ്മൾ വലിയ കൂട് ഫസ്റ്റ് ടൈമായി ഉണ്ടാക്കിയത് അവിടെയാണ് കേട്ടോ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെയാണ് ഗൈസ്, ഇവിടെ ആയിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഈ സൈഡിലായിട്ട് പ്രാവും കൂടെ ഉണ്ടായിരുന്നു. കാണിച്ചരാ, ഈ സൈഡിലാകുമ്പോൾ ഒരു പ്രാവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പ്രാവും കൊണ്ട് ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു പ്രാവ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കുറേ നാളുകൾക്ക് ശേഷം അത് എൻ്റെ കയ്യിലോട്ട് വന്ന് അതൊരു സന്തോഷം തന്നെയായിരുന്നു ഗൈസ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ പാറിപ്പോയ പ്രാവ് കൈക്ക് വരാമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്ന് ഫീല് വേറെ തന്നെയാണ് ഗൈസ്. അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞായറാഴ്ച കൊണ്ട് തന്നെ വണ്ടിയുള്ളൊരു കൂട്ടുകാരന് എന്തായാലും എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും അവൻ വന്നാലേ ഞങ്ങൾ എവിടേക്കെങ്കിലും പുറത്തോട്ടൊക്കെ പോവുള്ളൂ. അങ്ങനെ നേരെ അവനെ എത്തി. അങ്ങനെ ഒരു മല കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായതെന്ന് കാണാം ഗൈസ്. മഴയത്ത് മല കയറി ഉണ്ട്. എന്തായാലും മഴത്തുള്ളി നമ്മൾ ചെക്കന്മാരിതാ ഇവിടെ ഇരിക്കുകയാണ്. ചെക്കനെ 1.5 കിലോമീറ്റർ ഓക്കെ. അല്ല, സ്ഥലത്തിൻ്റെ പേരെന്താ? 2 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ പേരെന്നറിയില്ല. അപ്പോൾ കോങ്ങാട് എത്തുന്നതിന് മുമ്പേ അയ്യാർമല. ഇപ്പോൾ പേരിട്ട് അയ്യാർമലയാണ്. ഫ്രണ്ടിക്കന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല മഴയാണ്. കുറച്ച് കിടക്കാൻ മതി. ഞങ്ങളിതാ ഓഫ് റോഡിലൂടെ ആദ്യം സാധനം ഓഫ് റോഡിലൂടെ വണ്ടി കൊണ്ട് പോവുകയാണ്. നമ്മളെ ഞങ്ങള് വണ്ടി കണ്ടിട്ടോ. ഏതോ ഒരു കാട് ഞാൻ എങ്ങനെ കേറിയ ടൈമില് അവിടെ മരത്തടിയൊക്കെ ഉണ്ട്. ഇതെന്താ കാട്ടി ഈ യുദ്ധം വരെ ഇതെന്താ ചെയ്യാ? എൻ്റെ ആഗ്രഹം തീർക്കാനായിട്ട് ഇതാ പോവാണ്. ഞാൻ വരണോ? കുച്ച് ബി നഹീ ബേ. അയ്യോ, ഈ സ്ഥലം ഏതാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കി വന്നാണ്. വലിയ ഫോറസ്റ്റ് ഏരിയ. അപ്പൊ നോക്കുകയാണെങ്കിൽ വണ്ടി എന്തായാലും അവിടെ നമ്മൾ തലക്ക് നിർത്തിയിട്ടുണ്ട്. വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. നോക്കാം, ഫുള്ള് മരങ്ങളാണ്, പൊട്ടി വീണിക്കാണ്. അപ്പോൾ ഇതാണ്ടോ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന ചാല്. ഇതിനെന്താ പറയാന്നറിയില്ല ഗൈസ്. എൻ്റെ അമ്മയുടെ ഉള്ളിൽ ഞാൻ മറന്നു ഗൈസ്, ഒക്കെ മറന്നു പോകും. കുന്ന് കയറാൻ സ്റ്റാർട്ടിങ് ഇപ്പോഴും എടുത്തിട്ടില്ല ഗൈസ്. പിന്നെ പക്ഷെ കാല് ചെറുതായിട്ട് വെഴുക്കുന്നുണ്ട് ഗൈസ്. അതന്നെ തടച്ചു, എന്താ അറിയില്ല ഗൈസ്. പനി വരുന്ന വഴിയുണ്ട്.
ചെരുപ്പും കൈ പിടിച്ച് ചെറിയ തെളിവില്ല, ക്യാമറ തെളിവില്ല ഗൈസ്. നല്ല ഇലയൊക്കെ പൊയ്ക്കണു. നമ്മൾ ഊട്ടിയിൽ പോയ വ്ളോഗില്ലേ അതേപോലത്തെ മരം ഗൈസ്. പക്ഷെ ആ മരമല്ല തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതാ കയറുമ്പോൾ ഉണ്ടോ ഫുള്ള് പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ. കയറുന്തോറും പാറക്കെട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങൾക്ക് വലിയ പുല്ലും കാര്യങ്ങളൊന്നുമില്ല, അല്ല ഇലയും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഒരൊറ്റ ഓട്ടം ഓടിയിട്ടാണ് കയറില്ല ഗൈസ്. അപ്പോൾ കുറേ കയറി വന്നപ്പോൾ ഒരു ഷെഡ് കാണാണ്ട് എന്തായാലും അവിടേക്ക് പോയോ ഗൈസ്. ശ്വാസം വിടാൻ പറ്റണില്ല. ഈ വഴി അപ്പോൾ അടിയിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റൂട്ടോ. ഇല ഫുള്ള് കൊഞ്ഞ സ്ഥലമാണ്. അത് നമ്മൾ വന്ന അമ്പലം അതാ അവിടെ കാണുന്നത് ഗൈസ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇല ഇങ്ങനെ കൊഴിഞ്ഞിരിക്കണമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. വേനലാകും കൊണ്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് വേനലാകും കൊണ്ടാണ് ചാൻസ്. ഫുള്ള് ഇല കണ്ടോ, മഞ്ഞ കളറിൽ ഫുള്ള് കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറി കയറി ഞാനെന്താ അവിടെ ചൈന ബാക്കിലായി, ആശുപത്രി കുറേ മുന്നിലായി ഗൈസ്. എത്താനായി എന്നാ തോന്നുന്നത്. ലാസ്റ്റ് ഇതാ എത്താനായി ഗൈസ്. അവിടെ എത്തിയോടെ ഞാനതെ അതെ ഗൈസ്. അപ്പോൾ എന്തിനാണ് ഈ മലയാളമൊക്കെ കയറുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓരോ സ്ഥലത്തെ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇത്രയും ദൂരം നടക്കണം. അല്ല അധികം കുറേ നാൾക്ക് ശേഷമാണ് ചെറിയൊരു സ്ഥലത്തേക്ക് നമ്മൾ വാ ഇങ്ങോട്ട് വാ. 10 കിലോമീറ്റർ സഞ്ചരിച്ച് ചെറിയൊരു വ്യൂ പോയിന്റിൽ നമുക്ക് നമ്മൾ പോവാൻ കയറാൻ പോണ്. ചെക്കനെ തടച്ചിട്ട് തന്നെ ചെറുക്കന്മാരത് അവിടെ കളിച്ചു. നമ്മൾ വന്നപ്പോൾ കണ്ട് ചെക്കന്മാരത് അവിടെ ഗൈസ്. കാർമേഘം മൂടിക്കണു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വന്നതിന് എന്തായാലും നമ്മളെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ചെക്കൻ കയറി വരുന്നുള്ളൂ. ആശ്രത കയറി പോകണം ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ വോയിസൊന്നും നേരെ കേൾക്കാനേ പറ്റുന്നില്ല കേട്ടോ. നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ 1.5 കാറ്റ് ഫോണിലെ സ്പീക്കറിലോട്ടൊക്കെ അടിച്ച് കയറുന്ന കാറ്റാണ് ഗൈസ്. ഗൈസ് അടിയിലൊക്കെ മഴ പെയ്ത് തുടങ്ങി. നമുക്ക് എന്തായാലും വേഗം ഗൈസ്. അപ്പോൾ അവിടെ നോക്കിയാൽ സൂം ചെയ്താൽ കാണില്ല കേട്ടോ ഗൈസ്. നമ്മളെ പന്തളിക്കാർ ഇപ്പോഴും അവിടെ കളിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലായിടത്തും കാണുന്നുണ്ട് ഗൈസ്. അവിടെ ചെറിയ പാടങ്ങൾ കാണാൻ. നമ്മളെ കാലാവസ്ഥ ഏകദേശം 10 കിലോമീറ്റർ. ഒരു അടിപൊളിയായിട്ട് തോന്നിയൊരു മരമാണ് ഗൈസ്. ഇതിൻ്റെ ഇല നോക്കിയാ വിട്ട് 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 ഒരു അടിപൊളി മരം ഗൈസ്. ചെക്കന്മാരെല്ലാം അതാ അവിടെ കൊത്തിരിക്കണ്, ചാരിയും കൊണ്ടിരിക്കണ്. ഗൈസ് അവിടെ ഉണ്ടാവും ഫുള്ള് തീ പിടിച്ച സ്ഥലമാണ് ഗൈസ്. നല്ല മഴയായിട്ടാ ഗൈസ്. എന്തായാലും ഫോണെന്തായാലും ഇതിൽ പൊതിഞ്ഞിട്ട് നേരെ വണ്ടിയുടെ അവിടെ എത്തിയിട്ടാണ് ഗൈസ്. ഇപ്പോൾ നമ്മളിതാ വണ്ടിയുടെ അവിടെ എത്താനായിട്ടോ. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയുള്ള ആ മലയും കയറിക്കൊണ്ട് നേരെ നമ്മളിതാ വണ്ടിയുടെ ഇരുത്തോട്ട് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ നമ്മളെ ചെക്കനെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി തങ്ങളിൽ കയറി കുത്തിരിക്കാൻ നമ്മൾ നേരെ ഓഫ് റോഡ് പോകാൻ പോകണേണ്. നമ്മളെ ഈ ഹൈവേ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇരിക്കണ്ടേ ഫുള്ള് കല്ലാണ് അടിപൊളി കണ്ട. നമ്മളെ തെക്കൻ ബാക്കിൽ നേരെ നമുക്ക് പോകാം. നേരെ കോങ്ങാടാണ് മല. മലാണ് ഇരിക്കാണ്. ചായക്കടയും തുറന്നിട്ടില്ല ഗൈസ്. അങ്ങനെ ശേനതാണ് ഇവിടെയുള്ള ടർഫിൽ വന്ന് കളിക്കാൻ പോയ 2 ചെക്കന്മാരുണ്ട്. അവരെ കൊണ്ടേക്കാൻ പോയിക്കാണ്. അവരെന്തോ പെരുന്തൽമണ്ണ വന്നാന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചേരം ആകുമ്പോൾ മരുന്ന് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചാവടിക്കാത്തിണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയോക്കാം. ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വ്ളോഗ് അടുത്ത ദിവസമാണ് നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രാത്രി നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയി. അവിടെ നിന്ന് കാല് ചെറുതായിട്ടൊന്ന് മടങ്ങി ഗൈസ്. അങ്ങനെ രാവിലെ ആയപ്പോൾ
നല്ല വേദന ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോഴാണ് മനസ്സിലായത് ഗൈസ് കാല് നല്ല വീക്കം വെച്ച് നല്ല വേദനയുണ്ട്. അപ്പോൾ എന്തായാലും നേരതാ ഒരു തൈലും തേച്ച് അങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും സൺഡേ വ്ളോഗ് എന്തായാലും അടിച്ചു പൊളിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത കിടക്കാച്ച വീഡിയോയിൽ കാണാം. ബൈ ബൈ.